വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് യേശുവിനെ കാണുകയും യേശുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത വിശുദ്ധൻ, യേശുവിനെ അനുഭവിക്കുകയും യേശുവിനെ അനുഭവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധന്റെ തിരുനാളാണ്. ഇന്ന് തിരുനാളിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ യേശുവിനെ കാണുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും യേശുവിനെ അനുഭവിക്കുകയും മറ്റുള്ളവരെ കൂടെ അനുഭവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി വളർത്തിയെടുക്കാൻ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി ഏറ്റവും യോഗ്യതയോടുകൂടെ നമുക്ക് അർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ച് ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തോടുകൂടെ ബലിയർപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയമെന്തേ
രാജ്യം വീടണമേ നിന്നിതമീടെ ഭവിക്കണമേ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥത്തിലൂടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരുതി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്നെ വളർന്നാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേക്കും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും സൃഷ്ടാവാകും, സകലത്തിന്റെയും നാഥ എന്നേക്ക്.
പഠിപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, വിശുദ്ധ സത്യാനുസിൻ ഉന്നതമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സുതനും ലോകായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ.
സഹോദരരെ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച കാരുണ്യത്തിന് നീക്ക് സ്തുതിയാമേൻ. നമുക്ക് സദാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനുമല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിലിരുന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ദിനം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കണം. തലമുറ തോറും കർത്താവിൻ്റെ ദിനമായി നിങ്ങളിത് ആചരിക്കുകയും ചെയ്യണം.
ഇന്ന് ജനുവരി മാസം 20-ാം തീയതി കത്തോലിക്ക തിരുസഭയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന രക്തസാക്ഷിയായ ഒരു വിശുദ്ധനെ അനുസ്മരിച്ച് തിരുസഭയുടെ മക്കൾ വിശ്വാസത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുണ്യദിനമാണ്. കേരള മണ്ണിലെ അതിപ്രസിദ്ധമായ കാഞ്ഞൂരിടവകയിൽ ഇന്ന് തിരുസഭയുടെ മക്കൾ ഒരുമിച്ച് ചേർന്ന് ഈ വലിയ വിശുദ്ധന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഏറ്റവും ഹൃദയഭാഗമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. 1800ഓളം കത്തോലിക്ക കുടുംബങ്ങളുള്ള ഈ കാഞ്ഞൂർ ഫൊറോന പള്ളിയിലെ വികാരിയച്ഛനും ഇവിടെ സേവനം ചെയ്യുന്ന കൊച്ചച്ഛന്മാർക്കും ഇവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനും ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ വിദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ടെലിവിഷൻ ചാനലുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും പ്രാർത്ഥനാപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, നാനാജാതി മതസ്ഥരായ ദൈവമക്കൾ മതസൗഹാർദ്ദത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ കാഞ്ഞൂർ പ്രദേശത്തിലെ എല്ലാ മക്കൾക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. ജ്ഞാനസ്നാന സമയത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമം സ്വീകരിച്ച് സവിശേഷമാം വിധത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി പ്രത്യേകം ഭാഗ്യം ലഭിച്ച സെബാസ്റ്റ്യൻ, ദേവസ്യ, ഡേവിസ് ഇങ്ങനെയുള്ള പേരുകളിലുള്ള ദൈവമക്കള് ഈ വിശുദ്ധ ദൈവാലയത്തിൽ ഇരിപ്പുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തില് കേരള മണ്ണിലും കത്തോലിക്ക തിരുസഭയിലും അനേക ദൈവാലയങ്ങളും അനേക പ്രസ്ഥാനങ്ങളുമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമം വഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഇടവക ദൈവാലയങ്ങൾക്കും ഉത്തരോത്തരം ആത്മീയമായ അഭിവൃദ്ധിയും നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് കാഞ്ഞൂർ എന്നാണ്. നേര്യമംഗലത്തു നിന്നും ഈ കാഞ്ഞൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ഈ സ്ഥലത്തിന്റെ നാമത്തിന് പിറകിൽ എന്തെങ്കിലും ആത്മീയമായ അർത്ഥമുണ്ടാകുമെന്നായിരുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ എനിക്ക് മനസ്സിലായി, കാവ് ഈ പ്രദേശത്ത് ധാരാളം ഉണ്ടായിരുന്നു. കാവുകളുടെ ഊര്, കാവൂര്, അതവസാനം പറഞ്ഞ് കാഞ്ഞൂരായിട്ട് മാറി. കേരള മണ്ണില് കാവുകളുടെ ഊരിന്റെ ദേശത്ത് കർത്താവിന്റെ ഒരു അനുയായി വന്ന് അവന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ മഹനീയമായ കുരിശു നാട്ടി. അങ്ങനെ ഈ നാട് ലോകമെമ്പാടും കാഞ്ഞൂര് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന, വിളിച്ചു വിളി കേട്ട വിശുദ്ധന്റെ നാമം വഹിക്കുന്ന കാഞ്ഞൂരായിട്ട് മാറി. അത് പ്രിയപ്പെട്ടവരെ, കാവുകളുടെ ദേശത്ത് കർത്താവിന്റെ ദാസൻ അവിടുത്തെ വിശ്വാസത്തിന്റെ കുരിശു നാട്ടി. അങ്ങനെ ഇത് കാഞ്ഞൂരായിട്ട് മാറി. ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം അല്ലെങ്കിൽ പ്രദേശം എന്നർത്ഥമുണ്ട്. ഊര് എന്ന് പറഞ്ഞാൽ ആരോഗ്യമെന്നും അർത്ഥമുണ്ട്. നമ്മളിതിൽ പറയാറുണ്ട്, അവന് നല്ല ഊരാ കേട്ടോ, നല്ല ഊരുള്ള പയ്യനാ, നല്ല നല്ല ഉശിറുള്ള ചെറുപ്പക്കാരനാ. ഊരിന് ആരോഗ്യമെന്നും ജീവനെന്നും അർത്ഥമുണ്ട്. കാഞ്ഞ്, കായിക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വന്തമാക്കുക. നമ്മൾ പറയും തീ കായുകയാണല്ലേ, നീ തീ കാഞ്ഞ് കഴിഞ്ഞോ? അപ്പോൾ കാഞ്ഞ ഊര്, വിശ്വാസം എന്ന ഊരിന് വേണ്ടി, ഊരിന് വേണ്ടി, ജീവന് വേണ്ടി, വിശ്വാസത്തിന്റെ തീ കായുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, വിശ്വാസ ശക്തിയുടെ
തീ കായുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. AD 283 കർത്താവ് യേശു മിശിഹായെ പ്രതി ക്രിസ്ത്യാനിയാണെന്നുള്ള ആ ഒറ്റ കാരണത്താൽ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയിൽ നിന്നും അതിദാരുണമായ പീഡകളേറ്റ് വിശ്വാസത്തിന് വേണ്ടി മരിച്ച ഒരു വലിയ വിശുദ്ധനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മിൽ പലരും പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സിനിമ കണ്ടിട്ടുണ്ടാകും. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പീലാത്തോസിന്റെ അരമനയിലൂടെ നിന്ദ്യനും നഗ്നനും അവഹേളിതനുമായിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കർത്താവിന്റെ ചിത്രം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മളെല്ലാവരും എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം പൊത്തി കണ്ണടച്ചു പോകും. അത്രമാത്രം ദാരുണമായ കാഴ്ച. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, AD 282 യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിന്റെ പേരില് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ അരമനയില് അതിദാരുണമായിട്ട് അമ്പുകളേറ്റിട്ടും മരിച്ചില്ല. മരിക്കാതെ അദ്ദേഹം വീണ്ടും ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ അരമനയിൽ ചെന്ന് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ ഏറ്റുപറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. എന്നെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം ധൈര്യസമേതം ഏറ്റുപറഞ്ഞ് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ച ഒരു വലിയ വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഇടവക ദൈവാലയത്തിലൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് പ്രസംഗം പറയുമ്പോൾ ആ പ്രസംഗത്തിലെ ചില ചിന്തകൾ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന ചിന്ത. പക്ഷെ ഞാൻ ഇന്ന് സ്നേഹപൂർവ്വം പറയുകയാണ്, കത്തോലിക്ക തിരുസഭയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ഒറ്റ വിശ്വാസിയെ പോലും ഈ നൂറ്റാണ്ടിൽ ആവശ്യമില്ല. വിശ്വാസം ജീവിക്കുന്ന അനേക സത്യവിശ്വാസികളെ കത്തോലിക്ക തിരുസഭയ്ക്ക് ഇന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി മരിക്കാമെന്ന് നിഷ്ക്രിയരായിട്ട് പറയാൻ വേണ്ടിയല്ല. കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന പ്രമാണങ്ങളും വിശ്വാസ സംഹിതകളും അനുസരിച്ച് ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു കാണിക്കുവാനുള്ള ആ വലിയ വിശ്വാസത്തിന്റെ ധൈര്യമാണ് ഈ സെബസ്ത്യാനോസ് എന്ന വിശുദ്ധൻ നമുക്ക് നൽകേണ്ടത്. നമ്മൾ പ്രദക്ഷിണ സമയത്ത് ആ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശരീരത്തിലേക്ക് അമ്പ് വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ തിരുസഭയുടെ വിശ്വാസത്തിനെതിരായിട്ട് എന്ത് പ്രതിസന്ധികളുടെ കൂരം പേറ്റി കഴിഞ്ഞാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. We must feel proud of being a Catholic. ഒരു കത്തോലിക്കനായിരിക്കുന്നവൻ അഭിമാനിക്കുവാനുള്ള, നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഞാനൊരു കത്തോലിക്കനാണെന്നും ഇതെന്റെ വിശ്വാസത്തിന് ചേർന്നതല്ലെന്നും പറയുവാനുള്ള വലിയ ഒരു വിശ്വാസ ശക്തിയുടെ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ടത്. കത്തോലിക്ക തിരുസഭ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. യേശുവെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. ഈ വിശ്വാസത്തിന്റെ ശക്തിയാണ്, ഈ ധൈര്യത്തിന്റെ അഭിഷേകമാണ് ഇന്ന് സെബസ്ത്യാനോസ് നമുക്ക് നൽകേണ്ടത്. അല്ലാതെ ഈ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം നിഷ്ക്രിയരായിട്ട് ഒരു പാത്രത്തില് അമ്പും വെച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നതിലൂടെയോ ചെണ്ടമേളത്തിനനുസരിച്ച് നൃത്തം ചവിട്ടുന്നവരിലൂടെയോ സെബസ്ത്യാനോസിനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയുന്നവരുടെ അല്ല, മറിച്ച് സെബസ്ത്യാനോസ് ജീവിച്ച ആ ജീവിതത്തിന്റെ വിശുദ്ധി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ട ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം. സെബസ്ത്യാനോസിനെ പോലുള്ള അതിധീരരായ വിശുദ്ധരെയും അനുകരിക്കുന്നവരിലും വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നവരിലും ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ചില വിശ്വാസികളായ മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ സെബസ്ത്യാനോസിന്റെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെയായി. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഗീവർഗീസ് പുണ്യാളനെ വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ഓക്കെയായി. ഇത് നമ്മുടെ ഒരു തെറ്റായ വിശ്വാസമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിലൂടെയൊക്കെ നമുക്ക് വിശ്വാസത്തിന്റെ ശക്തി നൽകുന്നത്, ജീവിക്കുവാനുള്ള ഉറപ്പ് നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ള ആ വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം സ്വീകരിക്കണം. നമ്മൾ യേശുവിനെ മറന്ന് വിശുദ്ധനെ ആദരിക്കുമ്പോൾ, യേശുവിനെ മറന്ന് വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ തേടുമ്പോൾ സത്യത്തില് ആ വിശുദ്ധൻ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധന്റെ മാധ്യസ്ഥത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധനല്ല നമ്മെ അനുഗ്രഹിക്കുന്നത്, വിശുദ്ധനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മെ അനുഗ്രഹിക്കുന്നുള്ള
വലിയ വിശ്വാസത്തിന്റെ ബോധ്യം നമുക്ക് അഭിഷേകമായി സ്വീകരിക്കണം. ഹെബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ദൈവമക്കൾക്കും, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ദൈവമക്കൾക്കും ആ സെബസ്ത്യാനോസിന് ലഭിച്ച ആ വിശ്വാസത്തിന്റെ ആ ധൈര്യം, ആ വിശ്വാസത്തിന്റെ ബോധ്യം ലഭിക്കും. മരിച്ചുപോയ ദിവംഗതനായ നമ്മുടെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, കത്തോലിക്ക തിരുസഭയില് അടുത്ത സഹസ്രാബ്ദം അൽമായിലൂടെ സഭയെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതി പൂർത്തിയാകുവാൻ പോവുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ നമ്മൾ അനുകരിക്കുമ്പോൾ അൽമായരായ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു സന്യാസിയായിരുന്നില്ല. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു വൈദികനായിരുന്നില്ല. വിശുദ്ധ സെബസ്ത്യാനോസ് കത്തോലിക്ക തിരുസഭ പ്രത്യേകമായിട്ട് ചുമതല നൽകിയ ഒരു വ്യക്തിയായിരുന്നില്ല. മറിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് വചനം ശ്രമിക്കുന്ന സാധാരണക്കാരായ അൽമായരെ പോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. 28-ാമത്തെ വയസ്സില് റോമൻ ഭരണകൂടത്തില് സൈന്യാധിപനായിട്ട് ചേരുമ്പോൾ സെബസ്ത്യാനോസ് ചേർന്നത് റോമൻ ഗവൺമെന്റിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഈ റോമൻ ഭരണകൂടത്തിന്റെ ഈ സൈന്യങ്ങളുടെ ഇടയില് അനേക ക്രിസ്ത്യാനികളുണ്ട്. ഡയോക്ലേഷ്യന്റെ മതപീഡനത്തെ പേടിച്ച് അനേക പേർ വിശ്വാസം വേണ്ടെന്ന് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഈ വിശ്വാസം വേണ്ടെന്ന് വെക്കുന്ന മക്കളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ സെബസ്ത്യാനോസ് ആ റോമൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഈ സൈന്യത്തിന് അധിപനായി മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃക ഇവിടെ ഇരിക്കുന്ന എല്ലാ അൽമായർക്കും വലിയൊരു അഭിഷേകമായിട്ട് മാറട്ടെ. അൽമായരിലൂടെ കത്തോലിക്ക തിരുസഭയെ പടുതുയർത്തുവാൻ അൽമായരും പുരോഹിതരും സന്യസ്തരുമെല്ലാം തോളോട് തോൾ ചേർത്ത്, കരത്തോട് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് കത്തോലിക്ക തിരുസഭ 3-ാം സഹസ്രാബ്ദത്തില് വലിയൊരു വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു ബാങ്കിലെ വലിയ ഒരു ജോലി വേണ്ടെന്ന് വെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി ലോകമെമ്പാടും പടർന്ന് വ്യാപരിച്ചിരിക്കുന്ന ഷാലോം ടെലിവിഷന്റെ മാനേജിംഗ് ഡയറക്ടറായ ബെന്നി പുന്നത്തറയെ കത്തോലിക്ക തിരുസഭ ഷെവലിയാറിന്റെ പദവി നൽകി ആദരിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞയാഴ്ച ക്രിസ്റ്റീൻ വടവാതൂരിലുള്ള ക്രിസ്റ്റീൻ എന്ന സംഘടനയെ KCBC അംഗീകരിച്ച് കത്തോലിക്ക തിരുസഭയുടെ അവിഭാജ്യ ഘടകമായിട്ട് സ്വീകരിച്ചത്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ഒരു കലാലയത്തില് ചില യുവജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് രൂപം കൊടുത്ത് കേരള മണ്ണിലൂടെ ശക്തി പ്രാപിച്ച ജീസസ് യൂത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കത്തോലിക്ക തിരുസഭ ഹൃദയത്തിലേറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അൽമായരായ നമുക്ക്, കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. കത്തോലിക്ക തിരുസഭയുടെ അന്തസ്സ് ഉയർത്തുവാൻ, കത്തോലിക്കനാണെന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറയുവാൻ, ആരുടെയും മുൻപില് ഞാൻ കത്തോലിക്കനാണെന്നും ഈ തെറ്റുകളും ഈ തിന്മകളും ഈ പാപത്തിന്റെ വഴികളും എനിക്ക് സാധ്യമല്ലെന്ന് സന്തോഷപൂർവ്വം വിശ്വാസത്തോടുകൂടെ വിളിച്ചു പറയുവാനുള്ള ആ ധൈര്യത്തിന്റെ, ആദർശ ശുദ്ധിയുടെ അഭിഷേകം വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയെ ഗ്രസിക്കുവാനിരിക്കുന്ന വലിയ ഒരു തിന്മ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ തിന്മയ്ക്കെതിരെ പടപെടുത്തുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ തിരുനാൾ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം ധാരാളം കുറഞ്ഞു വരികയാണ്. ഏറ്റവും സന്തോഷം 2 കുഞ്ഞ്. ഒന്നുണ്ടെങ്കിൽ സന്തോഷം, ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 2 ആണെങ്കിൽ 2-ൽ കൂടിയാൽ. പ്രിയപ്പെട്ട കത്തോലിക്ക സഭയില് സഭയെ നയിക്കുവാൻ വേണ്ടി അനേക വിശുദ്ധിയുള്ള വൈദികർ വേണം. സഭയെ നയിക്കുവാൻ വേണ്ടി അനേക വിശുദ്ധിയുള്ള സമർപ്പിതർ വേണം. ഇത് നമുക്കിന്ന് നമ്മുടെ വിശ്വാസം ജീവിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണിത്. ഗവൺമെന്റ് പറയും 2 കുഞ്ഞുങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിക്ഷേപിക്കും, നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്ത് കളയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് പണ്ട് ആനുകൂല്യം കൊടുത്തു? 6, 7, 8, 10 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മച്ചിമാർക്ക് ആനുകൂല്യം കൊടുത്തു? കഷ്ടപ്പെട്ട് പാടുപീഠകൾ സഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഇപ്പോൾ ആ മക്കളുടെ എല്ലാം സ്നേഹവും സന്തോഷവും അനുഭവിക്കുന്ന
പാവപ്പെട്ട പല്ലുപോയ തലനരച്ച മോണയൊട്ടിയ നമ്മുടെ കാരണവന്മാർക്ക് ആരാനുകൂല്യം കൊടുത്തു? സർവശക്തനായ ദൈവം ആനുകൂല്യം കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം, വലിയ ഒരു ദുരന്തം ഇതാണ്. കത്തോലിക്ക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണല്ലോ വിവാഹമോചനം പെരുകുന്നത്, അതുകൊണ്ടാണല്ലോ അനാഥാലയങ്ങൾ പെരുകുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഉള്ള കുഞ്ഞുങ്ങൾ സ്വാർത്ഥനായി മാറുന്നത്, അതുകൊണ്ടാണല്ലോ കത്തോലിക്ക തിരുസഭയില് പൗരോഹിത്യത്തിന്റെ ശക്തി ദുർബലമാകുന്നത്. 2 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛനാകാൻ വേണ്ടി കൊച്ചു വരും. ആ കൊച്ചിനോട് പറയും, മോനെ നീ സെമിനാരി പൊക്കോ, നിവർത്തിയില്ലെങ്കിൽ അച്ഛനായിക്കോ, പറ്റില്ലെങ്കിൽ തിരിച്ചു പോരെ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ വിടേണ്ടത്. ദൈവം നൽകുന്ന ദാമ്പത്യ വല്ലരിയിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടുകൂടി അനുഗ്രഹിച്ച് പറഞ്ഞേക്ക്. മകനെ, നീ പോയി വൈദികനാക്, കത്തോലിക്ക തിരുസഭയ്ക്ക് അലങ്കാരമാകുന്ന ഒരു വൈദികനായിട്ട് നീ മാറ്. മകളെ, നീ സിസ്റ്ററാകാൻ പോവ്, കത്തോലിക്ക തിരുസഭയ്ക്ക് അലങ്കാരമാകുന്ന വിശുദ്ധിയുള്ള ഒരു സിസ്റ്ററായിട്ട് വരണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ മഠത്തിലേക്കും സെമിനാരിയിലേക്കും ഒക്കെ പറഞ്ഞയക്കുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി ആരെയും വേണ്ട. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം ഏറ്റുപറയുന്ന അനേകം വിശുദ്ധിയുള്ള പുരോഹിതരെ കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. സന്യാസമർപ്പണ ജീവിതത്തിന്റെ ദാരിദ്ര്യ ബ്രഹ്മചര്യ അനുസരണ വ്രതങ്ങളുടെ വിശുദ്ധി ജീവിക്കുന്ന അനേകം സിസ്റ്റേഴ്സിനെ, അനേക സമർപ്പിതരെ ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധി ജീവിക്കുന്ന അനേകം ദമ്പതികളെ, അനേകം മാതാപിതാക്കളെ ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. യൗവനത്തിന്റെ വിശുദ്ധി ജീവിക്കുന്ന അനേക യുവജനങ്ങളെ ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ, വിശുദ്ധ മരിയ കൊരേറ്റയെ പോലെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ, വിശുദ്ധ ഡാമിയനെ പോലെ, വാഴ്ത്തപ്പെട്ട ചാവറേച്ചനെ പോലെ, അൽഫോൻസാമയെ പോലെ ബാല്യത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അനേക ബാലികാമാലമാരെ ഇന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. ഈ കാഞ്ഞൂര് പള്ളിയില് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസം ജീവിച്ചു കാണിക്കണമെന്ന ഈ വചനത്തിന്റെ മാറ്റൊലികള് വലിയ ഒരു അഭിഷേകമായിട്ട് മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്.
Amen.
Thank you.